അപ്പോൾ ഭയങ്കര മഴയായത് കാരണം വോയിസ് റെക്കോർഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ സൗണ്ടൊക്കെ കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും സേഫ് ആണോ, എന്താ അവസ്ഥ? ഓരോ സ്ഥലത്ത് ഓരോ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ പേടിയാവുക കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് നിൽക്കട്ടെ എന്ന് ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിന്നെ മെയിനായിട്ട് ഞാനിവിടെ ഇന്ന് കർക്കിടകം തുടങ്ങുന്നതിന് മുന്നേയുള്ള കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ കർക്കിടക സംക്രാന്തിക്ക് വേണ്ടിയിട്ടുള്ള ക്ലീനിങ്ങും പിന്നെ കർക്കിടകത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇത് 2-3 ദിവസങ്ങളായിട്ട് എടുത്ത വീഡിയോ ആണ്. കാരണം നമ്മൾ എന്നും വീടൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിലും ഈ കർക്കിടകത്തിൽ ക്ലീൻ ചെയ്യുന്നതും പല കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മുടെ ആചാരത്തിൻ്റെ പേരിൽ മാത്രമല്ല. കാരണം കർക്കിടക മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ നന്നായിട്ട് പെയ്യുന്നതും അതുപോലെ പല അസുഖങ്ങളും പകരുകയും ചെയ്യുന്നൊരു മാസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പും പിന്നെ നമ്മൾ 11 മാസം കഷ്ടപ്പെട്ടിട്ട് ഓരോ പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു മാസം നമ്മളെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ സെൽഫ് കെയർ എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ ഈ ഒരു മാസത്തിന്. അപ്പോൾ ഈ കർക്കിടക സംക്രാന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യഭഗവാൻ മിഥുന രാശി എന്നിട്ട് കർക്കിടക രാശിയിലേക്ക് പോകുന്ന ഒരു സമയമാണ് കേട്ടോ. പണ്ടൊക്കെ കർക്കിടകത്തിനെ പന്നമാസം വർദ്ധിമാസം എന്നൊക്കെ പറയായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ ഉള്ളൊരു സമയമായിരുന്നു കേട്ടോ. കാരണം മഴ കാരണം പണിക്കൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ നമ്മൾ പൊതുവേ കർക്കിടക മാസം ഒരു പുണ്യമാസം തന്നെയാണ്. രാമായണവും ശിവഭൂതിയൊക്കെ വെച്ച് ആ ഒരു മാസം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഈ ഒരു മാസത്തിൽ വിചാരിക്കുന്നുണ്ട്. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ അപ്പോൾ അകത്തൊക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ ഡെയിലി ക്ലീനിങ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഡീപ്പായിട്ട് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ മുറ്റത്തായിരുന്നു കേട്ടോ കുറച്ച് അധികം ഉണ്ടായിരുന്നത്. ഈ മഴയൊക്കെ ആയതുകൊണ്ട് ആദ്യമൊക്കെ ആകുമ്പോൾ എപ്പോഴും ക്ലീൻ ചെയ്യുന്നു. പക്ഷേ ഈ മഴ കാരണം ഇങ്ങനെ എപ്പോൾ ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറേ പുല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു. ഒരു ഭാഗത്ത് നിന്ന് ഞാൻ ചെയ്യുമ്പോൾ മറ്റേ ഭാഗത്ത് നിന്ന് അമ്മ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുല്ലൊക്കെ പറിച്ച് മോൻ എല്ലാത്തിനും മേൽനോട്ടം വഹിക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചായയൊക്കെ കുടിച്ചു കേട്ടോ, ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട്. ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഈ കട്ടൻ ചായ. പക്ഷെ നമ്മൾ കുറച്ച് കനത്തിൽ എന്തെങ്കിലും എടുക്കുമ്പം നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തോന്നും അല്ലേ. അങ്ങനെ ചായയൊക്കെ കുടിച്ചപ്പോൾ എനിക്ക് പണ്ട് വീട്ടിൽ പണിക്കാരൊക്കെ വന്നിട്ട് അവർക്ക് ചായ കൊടുക്കുന്ന ആ ഒരു ഓർമ്മ കേട്ടോ വന്നേ. നമുക്ക് ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ മെമ്മറീസ് ആണല്ലേ വരിക. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുറ്റവും കൂടെ ഒന്ന് മഴ വരുന്നതിന് മുന്നേ അടിച്ച് വാരി എടുക്കണം. അങ്ങനെ വേഗം മുറ്റവും കൂടെ അടിച്ച് വാരി എല്ലാം കൂടെ ക്ലീനാക്കി ഞാൻ മോനെയും കുളിപ്പിച്ച് ഞാനും കൂടെ ഫ്രഷായിട്ട് പിന്നെ അകത്തേക്ക് കയറിയേ. ഇന്നിനൊന്നും ചെയ്യുന്നൊന്നുമില്ല, കാരണം അത്രയും മഴയാണ്. അതുകൊണ്ട് ഇന്നൊന്നും നമുക്ക് പുറത്തോ പിന്നെ അകത്തോ ഒന്നും ഇനി ചെയ്യാനൊന്നുമില്ല കേട്ടോ. ഇനി പിറ്റേ ദിവസം ഒരു വ്ളോഗാണേ. ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പിറ്റേന്നാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ഫസ്റ്റ് തന്നെ അടിച്ച് തുടയ്ക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ മഴ കാരണം ഭയങ്കര മഴയായിരുന്നു. കൊലയൊന്നും അപ്പോൾ അടിച്ചു വരാനും തുടയ്ക്കാനൊന്നും പറ്റില്ലായിരുന്നേ. അതുകൊണ്ട് ഞാൻ റൂമിലേക്ക് വന്ന് റൂമൊക്കെ എല്ലാ റൂമുകളും ഒക്കെ ഒന്ന് ക്ലീനാക്കി. പ്രത്യേകിച്ചൊന്നുമില്ല, ബെഡ്ഷീറ്റൊക്കെ 2 ദിവസം മുന്നേ മാറ്റിയതായിരുന്നു. പക്ഷേ ഇന്നെല്ലാം മാറ്റി അലക്കേണ്ടതുകൊണ്ട് എല്ലാം മാറ്റി നന്നായിട്ട് അലക്കാൻ അതിട്ടിട്ട് നല്ല വൃത്തിയായിട്ട് വിരിച്ചു കേട്ടോ. എല്ലാ റൂമിലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് പിന്നെ നമുക്ക് തുടയ്ക്കാൻ വേണ്ടി പോവാം. ഇപ്പം മഴ കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ തുടയ്ക്കുന്ന വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ വീട് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാനും പിന്നെ പല പകർച്ചവ്യാധികളൊക്കെ പകരുന്നത് കുറയ്ക്കാനൊക്കെ നല്ലതാണെന്ന് പല വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെയാണ് തുടയ്ക്കാറ്. അപ്പോൾ എല്ലായിടും നന്നായിട്ട് തുടച്ചെടുത്ത് 2-3 ദിവസം മുന്നേ ഓൾറെഡി അമ്മ മാറാലൊക്കെ തട്ടിയോണ്ട് തന്നെ പിന്നെ അതിൻ്റെ പണിയൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ ഈ ഡോറും പിന്നെ ഈ ഒരു അലമാരയൊക്കെ വല്ലാണ്ട് പൂപ്പിൽ പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. മഴയായതുകൊണ്ടാണ്. അങ്ങനെ അതൊക്കെ തിന്നർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ചു. പിന്നെ അടുക്കളയിലേക്ക് പോയേ. അമ്മയോട് ഓൾറെഡി കിച്ചൺ ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുത്തത്. നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും ഡെയിലി യൂസ് ചെയ്യുന്നൊരു സ്ഥലമാണല്ലോ അടുക്കള. അപ്പോൾ അമ്മ പറഞ്ഞു നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് ചാരം തേച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകാമെന്ന്. അപ്പം അമ്മ ഒറ്റ ഇരിപ്പം തന്നെ അത് ചെയ്യാൻ കേട്ടോ. കാരണം അങ്ങനെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നിറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അമ്മ ഇങ്ങനെ പറയായിരുന്നേ, പണ്ടൊക്കെ ചാരം വെച്ച് മാത്രമായിരുന്നു കഴുകുക, അപ്പം നല്ല കളറുണ്ടായിരുന്നു. ഇപ്പോൾ വിമ്മൊക്കെ വെച്ച് കഴുകുമ്പോൾ ആ ഒരു കളറൊന്നും കിട്ടുന്നില്ല എന്ന്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി ആ ഒരു സമയം കൊണ്ട് ഇവിടെയൊക്കെ ഞാൻ സോപ്പ് വെള്ളമൊക്കെ ഇട്ട് നന്നായിട്ട് തുടച്ചെടുത്ത് അങ്ങനെ എല്ലാം നല്ല രീതിയിൽ തന്നെ അടിപൊളിയായി ക്ലീനാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അടുക്കളയിൽ ഒരു ചെറിയ അതായത് പൊടിയിട്ട് വെക്കുന്ന പാത്രങ്ങൾ അങ്ങനെ എല്ലാം എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നേ. നമ്മളെ ഫൈനൽ പരിപാടി ഒന്ന് പുകയിടലാണ്. അപ്പം ഞാൻ ഒരു ചിരട്ടയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കനൽ, പിന്നെ കുറച്ച് ചന്ദനത്തിരി പൊട്ടിച്ചിട്ടുണ്ട്, ജീരകം, പെരുംജീരകം, ചെറിയ ജീരകം, ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ പുകച്ചെടുക്കുകയാണ്. നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്മെല്ല് തന്നെയായിരുന്നു കേട്ടോ.
അപ്പോൾ നല്ല എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ എല്ലാ സ്ഥലത്തും സ്മെല്ലെത്തുന്നുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാ റൂമും പുകച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി. അവിടേക്ക് എല്ലായിടത്തും ഒന്ന് പുകച്ചു. ഇനി നമുക്ക് നല്ലൊരു വെളിച്ചെണ്ണയൊക്കെ തേച്ച് ഒന്ന് കുളിക്കണം കേട്ടോ. അതിന് മുന്നേ ഞാനിങ്ങനെ ഒന്ന് പറമ്പിലേക്കൊക്കെ ഇറങ്ങിയതാണ്. മുക്കുറ്റി വരയ്ക്കാനാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഒരുപാട് രോഗപ്രതിരോധ ശേഷിക്കൊക്കെ വളരെ നല്ല ഒന്നാണല്ലോ മുക്കുറ്റി. അങ്ങനെ അതൊക്കെ ഞാൻ പറിച്ചെടുത്ത് കുളിക്കാൻ പോയിട്ടുണ്ട്. കുളിച്ച് വന്നപ്പോഴത്തേക്ക് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മുക്കുറ്റിയൊക്കെ നെറ്റിയിൽ തൊട്ടു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം കടന്നുപോയേ. ഈ ഒരു കർക്കിടകത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ജനറേഷനിലുള്ള നമുക്കൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഓരോരുത്തരോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ സപ്പോർട്ട് വേണം കേട്ടോ. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ താങ്ക്